മക്കളെ, അപ്പോൾ നമ്മുടെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്? സോ എൻ്റെ കുട്ടികൾ ഈ ഒരു വർഷം ഈ ചാപ്റ്ററിൽ നിന്നും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മിസ് ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്തിരിക്കണം. സോ നമുക്ക് ഏതൊക്കെയാണ് ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന് റിഫ്ലക്ഷൻ, അതേപോലെ തന്നെ റിഫ്രാക്ഷൻ. ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? മിറേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആൻഡ് റിഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ ലെൻസുകളെ പറ്റിയാണ്. സോ ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാർട്സ് ഓഫ് മിറേഴ്സ് അല്ലേ. നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ട് മിററിനെ പറ്റി പഠിക്കണമെങ്കിലും അതേപോലെ തന്നെ ലെൻസിനെ പറ്റി പഠിക്കണമെങ്കിലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ എന്തൊക്കെയാണ്, ഏതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മിറേഴ്സ്, കോൺവെക്സ് ആൻഡ് കോൺകേവ്, അതിനെ പറ്റിയിട്ട് ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലത്തെ ഒന്നാമത്തെ കാര്യമാണ് ഇമേജ് ഫോർമേഷൻ ഓഫ് മിറേഴ്സ്. അതായത് കോൺവെക്സും അതേപോലെ തന്നെ കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ എവിടെയാണ് വരുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മൾ ഫിസിക്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കും. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ മിറർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ മിറർ ഫോർമുലയിൽ നിന്നും അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നൊരു അല്ലേ. മിറർ ഫോർമുലയും അതേപോലെയുള്ള അടുത്ത ഒരു ടോപ്പിക്കാണ് മാഗ്നിഫിക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കുക. സോ എന്തായാലും അതുപോലെ തന്നെ അതിൻ്റെ സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിറർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന വരികയാണ് സൈൻ കൺവെൻഷൻ. എപ്പോഴാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്, എപ്പോഴാണ് നെഗറ്റീവ് റീഡിങ്സ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത് എൻ്റെ കുട്ടികൾ ഓർക്കണം കേട്ടോ. ഇനി നെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് റിഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ ലെൻസിലും ഇതേപോലെ നിങ്ങൾ പാർട്സ് മനസ്സിലാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെൻസ് ഫോർമുല. നിങ്ങൾക്കറിയാം മിറർ ഫോർമുല വന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്തത്, ലെൻസ് ഫോർമുല എഴുതിയിട്ടുള്ളത്. ലെൻസ് ഫോർമുലയും സെയിം ആണ്. ഇവിടെയും നിങ്ങൾ എന്ത് പഠിക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എപ്പോഴാണ് പോസിറ്റീവ് എടുക്കേണ്ടത്, എപ്പോഴാണ് നെഗറ്റീവ് എടുക്കേണ്ടത്, ഇതിന് രണ്ടിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളൂ. അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. റിയൽ ഇമേജിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ടോപ്പിക്സിൽ നോക്കണം. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ന്യൂമറിക്കൽസ് വരാനുള്ള സാധ്യതയുള്ളത്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് മിററിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസ്. ലെൻസ് ആണ് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സോ ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാം കൃത്യമായിട്ട് വരച്ച് പഠിച്ച് അതിൻ്റെ ഇമേജിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും, എവിടെയാണ് ഇമേജ് വരുന്നത്, എങ്ങനെയായിരിക്കും ഇമേജ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് റെഡിയാക്കി വെക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഒരു ഭാഗമാണ് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലാണ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. പക്ഷേ എന്താണ് പവർ, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്ടർ ഇന്ന പവർ എന്ത് ചെയ്തു, പ്രിസ്ക്രൈബ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കും, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പവർ ഓഫ് ലെൻസിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങളൊരു നല്ല മാർക്ക് വാങ്ങിക്കണം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിലേതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ധൈര്യമായിട്ട് പോയിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് കണ്ട് നിങ്ങൾ പഠിച്ച് അടിപൊളിയാക്കി വെക്കുക. അതേപോലെ തന്നെ ഇനി സെക്കൻഡ് ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് നൽകേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്